കാണുന്ന പ്രപഞ്ചം ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആറ്റങ്ങൾ, പ്രോട്ടോണുകൾ. പക്ഷെ കഥ അവിടെയൊന്നും തീരുന്നില്ല. ഇന്ന് നമ്മൾ പ്രോട്ടോണിന്റെ ഉള്ളിലേക്കൊന്നിറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരത്ഭുത ലോകം കണ്ടെത്താൻ റെഡിയല്ലേ? അതെ, ഈ ഒരൊറ്റ ചോദ്യം ഇതായിരുന്നു 20th സെഞ്ച്വറിയിലെ ഫിസിസിസ്റ്റിനെ ശരിക്കും കുഴപ്പിച്ചത്. അവരതുവരെ വിശ്വസിച്ചിരുന്ന പലതിന്റെയും അടിത്തറ ഇളക്കിയ ഒരു ചോദ്യം. ഇതിന്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കാൻ പോകുന്നത്. ഓക്കേ, അപ്പൊ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ പ്രോട്ടോണിനപ്പുറം. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ആറ്റത്തിന്റെ ചിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പക്ഷെ ആ ചിത്രം അത്ര കംപ്ലീറ്റ് ആയിരുന്നില്ല. സ്കൂളിലെ ഫിസിക്സ് ക്ലാസ്സൊക്കെ ഓർമ്മയില്ലേ? ആറ്റം എന്ന് പറഞ്ഞാൽ നടുക്കൊരു ന്യൂക്ലിയസ്, അതിൽ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെയുണ്ട്. എല്ലാം എന്ത് സിമ്പിളും അടുക്കും ചിട്ടയുമുള്ളതുമായിരുന്നു, അല്ലേ? പക്ഷേ ആ ഒരു സിമ്പിൾ ചിത്രത്തിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെയാണ് പുതിയ കണ്ടെത്തലുകൾ വന്നത്. മീസോണുകൾ, ബാരിയോണുകൾ, എവിടെ നിന്നൊക്കെയോ ഒരുപാട് പുതിയ കണികകൾ. ശാസ്ത്രജ്ഞരാകെ കൺഫ്യൂഷനിലായി. ശരിക്കും ഒരു മൃഗശാല പോലെയായി കാര്യങ്ങൾ. ഈ കണികകളൊക്കെ എവിടെ നിന്ന് വരുന്നു? ഇതിനെയൊക്കെ എങ്ങനെയൊന്ന് ഓർഗനൈസ് ചെയ്യും? അപ്പോ ഈ ഒരു കൺഫ്യൂഷനൊരു പരിഹാരം വേണമല്ലോ. അങ്ങനെയാണ് ക്വാർക്ക് മോഡൽ എന്ന വിപ്ലവകരമായ ആശയം വരുന്നത്. അപ്പോ സെക്ഷൻ 2 ഒരു പുതിയ ആവർത്തന പട്ടിക. അപ്പോ എന്താണ് ഈ ക്വാർക്ക് മോഡൽ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഇത്രയും കാലം ദ്രവ്യത്തിന്റെ ഏറ്റവും ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണെന്ന് കരുതിയ പ്രോട്ടോണും ന്യൂട്രോണും ഒന്നും അത്ര ബേസിക് അല്ല. അവയ്ക്കുള്ളിലും ചെറിയ ചെറിയ ഘടകങ്ങളുണ്ട്. ആ കുഞ്ഞൻ ഘടകങ്ങളെയാണ് നമ്മൾ ക്വാർക്കുകൾ എന്ന് വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ചിന്താഗതി എത്ര പെട്ടെന്നാണ് മാറിയതെന്ന്. വിഭജിക്കാൻ പറ്റാത്തൊരൊറ്റ ഗോളമാണെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന പ്രോട്ടോൺ ഇപ്പോൾ 3 ക്വാർക്കുകൾ ചേർന്ന ഒരു സിസ്റ്റമായി മാറി. ഇത് ഫിസിക്സിനെ മൊത്തത്തിൽ മാറ്റിമറിച്ചൊരു നിമിഷമായിരുന്നു. ഇതൊരു കുക്കിംഗ് റെസിപ്പി പോലെ സിമ്പിളാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ. നിങ്ങൾക്കൊരു പ്രോട്ടോൺ ഉണ്ടാക്കണോ എങ്കിൽ 2 അപ്പ് ക്വാർക്കും 1 ഡൗൺ ക്വാർക്കും എടുത്താൽ മതി. ഇനിയൊരു ന്യൂട്രോണാണ് വേണ്ടതെങ്കിലോ 1 അപ്പ് ക്വാർക്കും 2 ഡൗൺ ക്വാർക്കുകളും എടുത്തോളൂ. അത്രയുള്ളൂ. ഈ ഒരു സിമ്പിൾ ഐഡിയയാണ് പാർട്ടിക്കിൾ ഫിസിക്സിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിച്ചത്. കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിളിന് എന്താണോ റൂൾ, അത് തന്നെയായിരുന്നു പാർട്ടിക്കിൾ ഫിസിക്സിൽ ക്വാർക്ക് മോഡലിനും. ആ മൃഗശാലയെ ഒരു ലൈബ്രറി പോലെ അടുക്കും ചിട്ടയുമുള്ളതാക്കി മാറ്റി. പുതിയ കണികകളെ കണ്ടെത്താനും അവയുടെ സ്വഭാവം മുൻകൂട്ടി പറയാൻ പോലും ഈ മോഡൽ ശാസ്ത്രജ്ഞരെ സഹായിച്ചു. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സെക്ഷൻ 6 ക്വാർക്ക് ഫ്ലേവറുകൾ. ഞാൻ പറഞ്ഞില്ലേ അപ്പ് ഡൗൺ ക്വാർക്കുകളുണ്ടെന്ന്. പക്ഷെ കഥ അവിടെ തീരുന്നില്ല. ഈ ഫാമിലിയിൽ വേറെയും മെമ്പേഴ്സുണ്ട്. പ്രപഞ്ചത്തിന്റെ ഈ ഒരു പാചകപ്പുരയിൽ വേറെയും ഒരുപാട് ചേരുവകളുണ്ട്. നോക്കൂ, 6 തരം ക്വാർക്കുകളുണ്ട്. സയന്റിസ്റ്റ്സ് ഇതിന് കുറച്ച് ഫണ്ണായിട്ടുള്ള പേരുകളാണ് കൊടുത്തത്. അപ്പ്, ഡൗൺ, സ്ട്രേഞ്ച്, ചാം, ബോട്ടം, ടോപ്പ്. ഇതിനെയാണ് ഫ്ലേവറുകൾ എന്ന് പറയുന്നത്. ഐസ്ക്രീം ഫ്ലേവർ പോലെ തന്നെ ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. നമ്മളെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സാധാരണ ദ്രവ്യം നിർമ്മിക്കാൻ അപ്പും ഡൗണും മതി. പക്ഷേ പ്രപഞ്ചത്തിലെ കുറച്ചുകൂടി എക്സോട്ടിക് ആയിട്ടുള്ള ഭാരം കൂടിയ കണങ്ങളെ ഉണ്ടാക്കാൻ ഈ മറ്റു ഫ്ലേവറുകൾ കൂടിയേ തീരൂ. അപ്പോ ക്വാർക്കുകളുടെ കോമ്പിനേഷൻസ് ഇവിടെ തീരുന്നില്ല ട്ടോ. 3 ക്വാർക്കുകൾ ചേർന്നാൽ ബാരിയോണുകൾ ഉണ്ടാകുമെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഒരു ക്വാർക്കും അതിന്റെ ഓപ്പോസിറ്റായ ഒരു ആന്റി ക്വാർക്കും ചേർന്നാലോ? അപ്പോ മെസോണുകൾ എന്ന പുതിയൊരു തരം കണികയുണ്ടാകും. കണ്ടില്ലേ, ഒരൊറ്റ ഐഡിയ വെച്ച് എത്രയെത്ര പാർട്ടിക്കിൾസിനെയാണ് നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നത്. ഓക്കേ, ഇപ്പോ 4ാമത്തെ സെഷൻ ബന്ധനത്തിന്റെ പ്രഹേളിക. പക്ഷെ ഇവിടെ ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. ക്വാർക്കുകളുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്കൊരു പ്രോട്ടോണിനെ അങ്ങ് പൊട്ടിച്ച് അതിൽ നിന്ന് ഒരൊറ്റ ക്വാർക്കിനെ പുറത്തെടുക്കാൻ പറ്റുന്നില്ല? അല്ല, എന്താണ് ഈ ക്വാർക്കുകളെ ഒരു പ്രോട്ടോണിനുള്ളിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിർത്തുന്നത്? ഒരു ഇൻവിസിബിൾ ഗ്ലൂ പോലെ. എന്തുകൊണ്ടാണ് ആ ബോണ്ടിംഗ് അത്രയ്ക്ക് സ്ട്രോങ് ആവുന്നത്? അതിന്റെ ഉത്തരം പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ ഭയങ്കര ഫോഴ്സിനെപ്പറ്റി പറയാനായിട്ട് സയന്റിസ്റ്റ്സ് ഒരു അടിപൊളി ഐഡിയ കൊണ്ടുവന്നു: കളർ ചാർജ്. പക്ഷെ പേര് കേട്ട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇതിന് ശരിക്കുള്ള ചുവപ്പോ പച്ചയോ നിറവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇലക്ട്രിക് ചാർജിന് പോസിറ്റീവും നെഗറ്റീവും ഉള്ളതുപോലെ സ്ട്രോങ് ഫോഴ്സിന്റെ ചാർജിന് കൊടുത്ത ഒരു പേര് മാത്രമാണിത്. അപ്പോ ഈ കളർ ചാർജ് എന്താ ചെയ്യുന്നതെന്നല്ലേ? അത് ഗ്ലൂഓൺ എന്ന് പറയുന്ന കണങ്ങളെ പുറത്തുവിടും. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഗ്ലൂ, പശ. ഇതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പശ. ഈ ഗ്ലൂഓണുകളാണ് ക്വാർക്കുകളെ തമ്മിൽ പിരിയാൻ പറ്റാത്ത രീതിയിൽ ഒട്ടിച്ചു നിർത്തുന്നത്.
ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. പതിറ്റാണ്ടുകളായി ലോകത്തിലെ ഏറ്റവും വലിയ ലാബുകളിൽ ശ്രമിച്ചിട്ടും ഇന്ന് വരെ ഒരൊറ്റ ക്വാർക്കിനെ പോലും തനിച്ച് കണ്ടെത്താൻ നമുക്ക് പറ്റിയിട്ടില്ല. എപ്പോഴും അവയെ ഗ്രൂപ്പുകളായി മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒരു വിചിത്രമായ പ്രതിഭാസത്തിനെയാണ് ക്വാർക്ക് കൺഫൈൻമെന്റ് എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്നറിയാമോ? നിങ്ങൾ രണ്ട് ക്വാർക്കുകളെ തമ്മിൽ അകറ്റാൻ നോക്കുന്തോറും അവ തമ്മിലുള്ള ഫോഴ്സ് കൂടിക്കൂടി വരും, ഒരു റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടുന്നതുപോലെ. പക്ഷേ ഇത് ഒരിക്കലും പൊട്ടാത്തൊരു റബ്ബർ ബാൻഡാണ്. എങ്ങനെയുണ്ട്? നമ്മുടെ അവസാനത്തെ സെക്ഷൻ, എന്തുകൊണ്ട് ക്വാർക്കുകൾ പ്രധാനമാണ്? അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ ക്വാർക്കുകളെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് വെറുമൊരു അക്കാഡമിക് എക്സസൈസ് ആണോ എന്ന്. അല്ലല്ല, ഇത് പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ചില രഹസ്യങ്ങളിലേക്കുള്ള താക്കോലാണ്. പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായതെന്നറിയണോ? അതിന് ക്വാർക്ക് മോഡൽ വേണം. കണികകൾ തമ്മിൽ എങ്ങനെ പ്രതിപ്രവർത്തിക്കുന്നു എന്ന് പഠിക്കണോ? ക്വാർക്ക് മോഡൽ വേണം. പ്രപഞ്ചത്തിലെ എല്ലാ ബലങ്ങളെയും ഒരുമിപ്പിക്കുന്ന ഒരു സിദ്ധാന്തമുണ്ടാക്കണോ? അതിനും ക്വാർക്ക് മോഡൽ എന്ന അടിത്തറ തന്നെ വേണം. ചുരുക്കി പറഞ്ഞാൽ, മോഡേൺ ഫിസിക്സ് പണിതുയർത്തിയിരിക്കുന്നത് തന്നെ ഈ ആശയത്തിനു മുകളിലാണ്. ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ബിഗ് ബാങ്ങിന് ശേഷമുള്ള ആദ്യ നിമിഷങ്ങളിൽ പ്രപഞ്ചം 10 ലക്ഷം കോടി കെൽവിൻ ചൂടിൽ തിളച്ചുമറിയുകയായിരുന്നു. ആ ഒരു ഭീകരമായ ചൂടിൽ പ്രകാശത്തിന്റെ കണികയായ ഫോട്ടോണുകൾക്ക് പോലും ക്വാർക്കുകളെയും ആന്റി ക്വാർക്കുകളെയും ഉണ്ടാക്കാനുള്ള എനർജി ഉണ്ടായിരുന്നു. അപ്പോ പ്രോട്ടോണിന്റെ ഉള്ളിൽ ക്വാർക്കുകൾ. ഓരോ തവണയും നമ്മളൊരു രഹസ്യം കണ്ടെത്തിയെന്ന് വിചാരിക്കുമ്പോൾ പ്രപഞ്ചം പുതിയൊരു വാതിൽ നമുക്ക് മുന്നിൽ തുറന്നു തരും. അപ്പോൾ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും, ഈ ക്വാർക്കുകൾക്കുള്ളിലും എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ? ആ വാതിൽ തുറക്കുമ്പോൾ എന്തത്ഭുതമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്? ഉത്തരം തേടിയുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും.